പാൽപായസം വെള്ളോട്ടുരുളിയിൽ പാലഴി പോലിന്നു പൊന്തി തിളയ്ക്കുന്നു പാൽപായസം വെള്ളോട്ടുരുളിയിൽ പാലഴി പോലിന്നു പൊന്തി തിളയ്ക്കുന്നു പാൽപായസം വെള്ളോട്ടുരുളിയിൽ പാലഴി പോലിന്നു പൊന്തി തിളയ്ക്കുന്നു പാൽപായസം. ഇന്ന് നമുക്ക് പാൽപായസം ഉണ്ടാക്കാൻ തന്നെ നോക്കാം. പാൽപായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പാല് നമ്മൾ തേങ്ങാപ്പാലല്ല എടുക്കുന്നത്, നമ്മൾ പശുമ്പാലാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 2 ലിറ്റർ പശുമ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉണക്കലരിയാണ്. ഞാൻ ഇവിടെ 125 ഗ്രാം ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഈ ഉണക്കലരി നമ്മൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ അരി നമുക്കൊന്ന് നുറുങ്ങി കിട്ടും. അരി നുറുങ്ങി കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരി 2 പീസായിട്ട് കട്ടാവണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഞ്ചസാര. ഞാൻ ഇവിടെ 250 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് അരിയുടെ ഡബിൾ എടുക്കുക പഞ്ചസാര. പിന്നെ നമ്മുടെ പായസത്തിലേക്ക് ആവശ്യത്തിന് നെയ്യ്. നമുക്ക് നോക്കാം എങ്ങനെ പായസം ആക്കാന്ന്. ഇനി നമുക്ക് പാൽപ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഞാനിവിടെ ഉരുളിയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തന്നെ നമ്മൾ നെയ്യ് ഒഴിക്കും. ഈ പായസത്തിൽ നമ്മൾ ആദ്യമാണ് നെയ്യ് ഒഴിക്കുന്നത്. പിന്നെ അവസാനം നമ്മൾ ഈ പായസത്തിലേക്ക് നമ്മൾ നെയ്യ് ചേർക്കില്ല. ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം. നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇപ്പം നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ വെള്ളം ചേർക്കണം. അത് നമ്മൾ 2 ലിറ്റർ പാല് ചേർക്കുമ്പോൾ 1 ലിറ്റർ വെള്ളം ചേർക്കണം. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് പാല് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കണം 2 ലിറ്റർ പാല് ഇതിലേക്ക് നമുക്ക് ചേർക്കണം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർക്കാം. നമ്മൾ എടുത്ത് വെച്ചേക്കണ പാല് മുഴുവനും ചേർക്കണം നമുക്ക്. ഈ പാല് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഈ പാലിൻ്റെ പകുതി നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ പാലിനൊരു പിങ്ക് കളർ വരും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് അരി ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പാല് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ പാല് തിളച്ച് പോവുകയും ചെയ്യും, പാലിൽ പാട കെട്ടുകയും ചെയ്യും. വെള്ളോട്ടുരുളിയിൽ പാലഴി പോലിന്നു പൊന്തി തിളയ്ക്കുന്നു പാൽപായസം വെള്ളോട്ടുരുളിയിൽ പാലഴി പോലിന്നു പൊന്തി തിളയ്ക്കുന്നു പാൽപായസം. ഇപ്പോൾ ഈ പാല് പതുക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കലരി ചേർക്കാം. എന്നിട്ട് ഈ ഉണക്കലരി ഒരു 3/4 ഭാഗം വെന്ത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉണക്കലരി ചേർക്കാം. അരി ചേർത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഇളക്കണം, അല്ലെങ്കിൽ അരി കട്ട പിടിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കണം. എന്നിട്ട് ഈ പാലിൽ കിടന്നിട്ട് വേണം ഈ അരി വേവാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഇനി ഈ പാലിൽ കിടന്നിട്ട് ഈ അരി ഒന്ന് വേവണം. അതുകൊണ്ട് ഈ പാല് പകുതി ഒന്ന് വറ്റണം. ഈ അരി ഒരു 3/4 ഭാഗം വെന്ത് കഴിയുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. പിന്നെ പാൽപ്പായസത്തിലേക്ക് നമ്മൾ കാഷ്നട്ടും പിന്നെ ഏലക്കായും ഒന്നും നമ്മൾ ചേർക്കില്ല. നമ്മൾ മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ചിട്ട് തന്നെ നമ്മൾ ഈ അരി നമ്മൾ ഈ പാലിലിട്ടിട്ട് വേവിച്ചിടണം. നമ്മുടെ അരി ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഈ പാലും ചെറുതായിട്ടും തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഞാൻ അരിയുടെ ഡബിളാണ് പഞ്ചസാര എടുത്തേക്കുന്നത്. പാൽപ്പായസത്തിന് നല്ല മധുരം വേണം. നമ്മുടെ ഈ പായസത്തിൽ അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പാലൊക്കെ നന്നായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ പാലിന് നല്ലൊരു പിങ്ക് കളർ വന്നിട്ടുണ്ട്. ഈ പാൽപ്പായസം ഉണ്ടാക്കി വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. പക്ഷെ കൂടുതൽ സമയം വേണം. ആ പാല് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ആ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്.